ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനിക്കൽ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ കേരള സിലബസ് സ്റ്റാൻഡേർഡ് 10th ഹിന്ദി മൂന്നാമത്തെ ചാപ്റ്ററായ റൈൻ ബസേരമേം എന്നുള്ളതാണ്. റൈൻ ബസേരെ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വളരെ ലെങ്തി ആയതുകൊണ്ട് നമ്മൾ 3 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ പാർട്ട് 1 എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ട് നന്നായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ക്ലാസ് റൂമിൽ ഒരു അധ്യാപകന്റെ മുൻപിലിരുന്ന് എങ്ങനെയാണോ ഹിന്ദി പഠിക്കുന്നത് അതുപോലെയുള്ള ഒരു ഫീലാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ കയ്യിൽ ഒരു പെൻസിൽ കരുതുക. അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയിരിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ്, ഫുൾ മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയതായതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുകയും ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാനും വളരെ എളുപ്പം ഫുൾ മാർക്ക് വാങ്ങുവാനും സാധിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്. അതാണ് നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത. നമുക്ക് റൈൻ ബസേരമേം എന്ന അമൃതലാൽ ബേഗന്റെ 2ാമത്തെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് പാർട്ട് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത് പേജ് നമ്പർ 19 അഥവാ 19ാമത്തെ പേജില് ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിൽ ഈ തരഹ് ചോട്ടൂനെ ഗാഗഡ് ബനാലിയെ ഖാനാ കാക്കർ ഥോടാ ആരാം കർക്കെ ജബ് സോനെ ലഗെ തബ് തക് പാനി ബന്ദ് ഹോ ചുകാ ഥാ ബാഹർ ബിജലി കാ ബൾബ് ജൽ രഹാ ഥാ. അവിടം വരെയാണ് നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തത്. പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് രാത്തുക്കോ എന്ന് തുടങ്ങുന്ന ആ പാരഗ്രാഫാണ്. രാത്തുക്കോ ജബ് മെയിം ഉഠാത്തോ, രാത്രിയിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ മേരെ പൈരോം കെ പാസ് കി കാലി ദരി പർ, എൻ്റെ കാലിൻ്റെ താഴെഭാഗത്തായ ഉള്ള കാലി ദരി പർ, ഒഴിഞ്ഞ ആ വിരിപ്പിൽ ഏക് ആദ്മി ഗുഡിമുടി പടാഥ, ഒരു മനുഷ്യൻ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കുച്ച് ഭി ഓഠാ നഹീം ഥാ, അയാൾ ഒന്നും പുതച്ചിട്ടില്ല. ലേട്ടെ ലേട്ടെ ബഡ്ബഡ രഹാ ഥാ, അങ്ങനെ കിടക്കുക മാത്രമല്ല ചെയ്തത്, എന്തൊക്കെയോ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ബഡ്ബഡാ രഹാ ഥാ, ബഡ്ബഡാ രഹാ ഥാ എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഗുഡിമുടി പടാഥ എന്ന് പറഞ്ഞാൽ എന്താ? ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഗുഡിമുടി എന്ന് പറഞ്ഞാൽ ചുരുണ്ടുകൂടി. അറിയാൻ വയ്യാത്തവര് അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ എഴുതിയെടുക്കണേ. പിന്നെ കുച്ച് ഓഠാനഹീന്ത, അയാൾ ഒന്നും പുതച്ചിരുന്നില്ല. ഓഠിന എന്ന് പറഞ്ഞാൽ പുതയ്ക്കുക എന്നാണ്. അപ്പോൾ മാനോം കഹാനി സുനാരഹാഹോ, അയാൾ ഏതോ കഥ പറഞ്ഞ് കേൾപ്പിക്കുന്നത് പോലെ ആണ് തോന്നിയിരുന്നത്. എന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നി. ഫിർ എകായക്ക് ജോറോം സേ ഹസ്നെ ലഗ്ത, അല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി, അഥവാ അട്ടഹസിക്കാൻ തുടങ്ങി. എകായക്ക് പെട്ടെന്ന്, ജോറോം സേ ഹസ്നെ ലഗ്ത, ജോറോം സേ എന്ന് പറഞ്ഞാൽ ഉറക്കെ, ഹസ്നെ ലഗ്ത ചിരിക്കാൻ തുടങ്ങി. ബീച്ച് ബീച്ച് മേം രാമായൺ കി ചൗപ്പായി ബോൽത്ത, ഇടയ്ക്കിടെ രാമായണത്തിലെ ചില വരികൾ പറയുന്നുണ്ടായിരുന്നു. ചൗപ്പായി, ചൗപ്പായി എന്ന് പറഞ്ഞാൽ വരികൾ എന്നാണ്. ഷായത് പാഗൽ ഥ, ഒരുപക്ഷെ അയാൾ ഭ്രാന്തനായിരിക്കും, ലേഖകൻ വിചാരിച്ചു. മൈൻ ചുപ്ചാപ്പ് സോഗയ, ഞാൻ ഒന്നും മിണ്ടാതെ ഉറങ്ങുന്ന പോലെ കിടന്നു. ദോടി ദേർക്കെ ബാദ് വഹ് ഉടുക്കർ ബാഹർ ചലാഗയ, അല്പം കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി. ലെക്കിൻ ജൽദി ഹി വാപ്പസായ,
പക്ഷേ പെട്ടെന്ന് തിരിച്ചു വന്നു. ദർവാസെ പർ ഖടാ ഹോക്കർ ഗുറായ, എന്നിട്ട് ആ ഡോറിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ മുരണ്ടു. ഗുറായ, ഗുറായ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞുള്ള ശബ്ദം വെച്ചു, മുരണ്ടു. കോനുഹോത്തും, നിങ്ങൾ ആരാ? യഹാം കൈസെ ഖുസായേഹോ, ഇവിടെ എങ്ങനെ കേറി? നിരീഖ് സെ ദിഖ്നെ വാല इस आदमी ने एकाएक विकराल रूप धारण किया. ഒരു ശാന്തശീലനായിട്ട് കാണപ്പെട്ട അയാൾ, ആ മനുഷ്യൻ ഏകായക്ക് വികരാൽ രൂപ ധാരൻ കിയ, പെട്ടെന്ന് ഒരു എങ്ങനെ വന്നു? ഒരു വികരാൾ, ഒരു രൗദ്രഭാവം കൈക്കൊണ്ടു അയാൾ. നിരീഖ്, നിരീഖ് എന്ന് പറഞ്ഞാൽ ശാന്തശീലൻ, നിസ്സഹായൻ. ഇപ്പൊ കാഴ്ചയിൽ ആദ്യമേ ഒരു നിസ്സഹായനായിട്ട് തോന്നിയ ആ മനുഷ്യൻ ഏകായക്ക് പെട്ടെന്ന് വികരാൽ രൂപ ധാരൻ കർലിയ, രൗദ്രഭാവം കൈക്കൊണ്ടു. ധാരൻ കർലിയ എന്ന് പറഞ്ഞാൽ കൈക്കൊണ്ടു. അബുവഹ് ബേഹദ് ഗുസ്സേമേത, അപ്പോൾ അയാൾ വളരെ കോപത്തിൽ ആയിരുന്നു. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഹംനെ കോയി ജവാബ് നഹീ ദിയ, ഇതിങ്ങനെ ചോദിച്ചിട്ടും ഞങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ജോർ സെ ചീഖ, ഉറക്കെ ചീത്ത വിളിച്ചു. ഹം ലോഗ് ഉഠ് ബൈഠെ, അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റിരുന്നു. मैंने कहा जिन्होंने एक मंदिर बनवाया है उन्होंने हमें यहाँ ठहराया है. ഈ അമ്പലം ഉണ്ടാക്കിയവരാരാണോ അവരാണ് ഞങ്ങൾക്ക് ഇവിടെ യഹാം ടഹരായാഹെ, ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത് എന്ന് ലേഖകൻ പറഞ്ഞു. ടഹരായാഹെ, ടഹരായാഹെ എന്ന് പറഞ്ഞാൽ താമസിപ്പിച്ചിരിക്കുന്നു. देखिए यह दरी और एक बाल्टी भी उन्होंने ही दी है. നോക്ക്, ഈ വിരിപ്പ്, ഈ ബക്കറ്റ്, ഇതെല്ലാം അവർ തന്നതാ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞു. ലേക്കിൻ ഓ പാഗൽ ജോധ ഊൽ ജലൂൽ ബക്കനെ ലഗ, പക്ഷെ എന്നാൽ ആ ഭ്രാന്തൻ അപ്പോൾ എങ്ങനെയാ? ഊൽ ജലൂൽ ബക്കനെ ലഗ, ചുമ്മാതെ ഓരോ അസംബന്ധങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. ഊൽ ജലൂൽ ബഗന എന്ന് പറഞ്ഞാൽ അസംബന്ധങ്ങൾ വിളിച്ചു പറയുക, അസംബന്ധങ്ങൾ പുലമ്പുക എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമില്ലാതെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പനെ ആപ്കോ CID ഇൻസ്പെക്ടർ ബതാനെ ലഗ, ഞാൻ ഒരു CID ആണ് എന്നയാൾ പറയാൻ തുടങ്ങി. ക്യാ സമജ്തേ ഹോ मैं सादे वेश में रहकर चोरों का पता लगाता हूं. നിങ്ങൾക്കറിയാമോ, ഞാൻ സാധാരണ വേഷം ധരിച്ചുകൊണ്ട് കള്ളന്മാരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വന്ന CID ആണ്. ഉസ്കെ സവാൽ ബേസിർ പൈർക്കേത്, അയാളുടെ ഓരോ ചോദ്യങ്ങളും അടിസ്ഥാനരഹിതമായിരുന്നു. ബേസിർ പൈർക്കേത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായിരുന്നു. ജവാബിന് ദേത്തെ തോ ചാബുക് സേ മാർനേക്ക് ധമക്കി ദേത്ത, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ചാബുക് സേ മാർനേക്ക് ധമക്കി ദേത്ത, ചാട്ടവാറിനടിക്കും. ചാബുക്ക് എന്ന് പറഞ്ഞാൽ ചാട്ടവാർ. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ലെങ്കിൽ ചാട്ടവാറിന് ഞാൻ അടിക്കും എന്ന് ധമക്കി ദേത്ത, ഇടയ്ക്കിടയ്ക്ക് അയാൾ ഭീഷണി മുഴക്കി. ധമക്കി എന്ന് പറഞ്ഞാൽ ഭീഷണി, ഇടയ്ക്കിടയ്ക്ക് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. ഇസ്ലേമേ കോയി ന കോയി ജവാബ് ദേത്താരഹ, ഞാൻ പാവം, ഞാൻ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മറുപടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു. വഹ ലഗാദാർ ചീക്ത ചില്ലാത്ത രഹ, അയാൾ നിരന്തരം ചീത്ത വിളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു. ചീക്ത ചില്ലാത്ത രഹ എന്ന് പറഞ്ഞാൽ ശബ്ദം വയ്ക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ബീച്ച് ബീച്ച് മേ ഹവാമേ ഐസ ഹാത്ത് ഖുമാത്ത, ഇടയ്ക്കിടയ്ക്ക് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ അയാൾ കൈ ചുഴറ്റിവിടും. എന്താണ്? മാനോം ഹാത്ത് മേം കോടാഹോ, കോട എന്ന് പറഞ്ഞ ചാട്ടവാർ, കയ്യിൽ ചാട്ടവാറുള്ളതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാൾ അന്തരീക്ഷത്തിൽ കൂടെ കാണിക്കുമായിരുന്നു. ജബുസ്കി നാരാജഗി ബട്ടിജാത്തി, അയാളുടെ കോപം വർദ്ധിക്കുമ്പോൾ തബുസ്ക ചെഹറ ക്രോധ് സെ വികൃത് ഹോത്ത, അപ്പോഴയാളുടെ മുഖം കോപം കൊണ്ടിങ്ങനെ വികൃതമായി കൊണ്ടിരുന്നു. അയാളുടെ മുഖത്ത്
ദേഷ്യത്തിന്റെ ഭാവം ഇങ്ങനെ കാണാമായിരുന്നു. मैंने अपने आप को कभी इतना असहाय अनुभव नहीं किया था. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വയം ഇത്രയ്ക്ക് നിസ്സഹായനായിട്ട് അനുഭവപ്പെട്ടിരുന്നില്ല. അസഹായം എന്ന് പറഞ്ഞാൽ നിസ്സഹായൻ. എനിക്ക് ഇത്രയ്ക്ക് നിസ്സഹായത എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നില്ല. ലാച്ചാർ ഹം ഉസ്കി ധൗംസ് സഹത്തെ രഹേ. ഗത്യന്തരമില്ലാതെ, ലാച്ചാർ എന്ന് പറഞ്ഞാൽ ഗത്യന്തരമില്ലാതെ അവൻ്റെ ആ ഭീഷണി ഞങ്ങൾ ഇങ്ങനെ സഹിച്ചുകൊണ്ടേയിരുന്നു. പാസ് പടോസുമേ കൈ ഖർത്തെ. സമീപത്ത് ഒത്തിരി വീടുകളുണ്ടായിരുന്നു. ഹമാരി സഹായത കെ ലിയേ ക്യോം കോയി ജാ നഹീം രഹ. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ആരും വരുന്നില്ല? ലേഖൻ ചിന്തിച്ചു. क्या कोई समझता नहीं कि हमारे साथ क्या हो रहा है? क्या कोई समझता नहीं? ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നൊന്ന് ആർക്കും ഒരു ചിന്ത പോലും ഇല്ലേ ഇവിടെ? ऐसा लगता था मानो यह रात कभी खत्म ही नहीं होगी. ലേഖൻ ചിന്തിക്കുകയാണ്, ഓ, ഈ രാത്രി ഇന്നിനി അവസാനിക്കുക പോലും ഇല്ലേ? അപ്പൊ രാത്രിയുടെ ദൈർഘ്യം വളരെ കൂടുതലായിട്ട് ലേഖകന് അനുഭവപ്പെടുകയാണ്. തബി ഉസ്കാ ധ്യാൻ കോനെ മേം രഖേ ഹമാരെ സാമാൻ കി ഓർ ഗയാ. പെട്ടെന്ന് അയാൾ നോക്കിയപ്പോൾ കോർണറിലായിട്ട് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം വച്ചിരിക്കുന്നത് അയാൾ കണ്ടു. ഇസ്മേ ക്യാ ഹേ? എന്താ അതിനകത്ത്? മുझे इसकी തലാശി ലേനി ഹോഗി. എനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണം. തലാശി ലേനി ഹോഗി എന്ന് പറഞ്ഞാൽ എനിക്കത് സെർച്ച് ചെയ്യണം, എനിക്കത് നോക്കണം എന്ന് പറഞ്ഞു. മുझे ചിന്താ ഹുയി. ലേഖന് ഭയമായി, എനിക്ക് ഭയം തോന്നി. ഉസ്മേ സബ്ജി കാട്ടിനെ ചാക്കു ബി താ. അതിൽ പച്ചക്കറി കട്ട് ചെയ്യാനായിട്ടുള്ള പിച്ചാത്തിയുണ്ട്, നൈഫുണ്ട്. ചാക്കു എന്ന് പറഞ്ഞാൽ നൈഫ്, പച്ചക്കറി കട്ട് ചെയ്യാനുള്ള പിച്ചാത്തിയുണ്ട്. കഹീമ ഹുസ്കെ ഹാത്ത് ലഗ് ഗയാത്തോ. അതെങ്ങാനും അവന്റെ കയ്യിൽ പെട്ടുപോയാൽ? മേരെ ഭീതർ ഭയക്ക് ഏക് ഹിലോർ സി ഉടി. എൻ്റെ ഉള്ളിൽ ഭയത്തിന്റെ തിരമാല ഇങ്ങനെ ഉയരാൻ തുടങ്ങി. ഭയം തിരമാല പോലെ ഇങ്ങനെ ഉയരാൻ തുടങ്ങി. പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ആ കത്തി എങ്ങാനും കൈ കിട്ടിയാൽ വെച്ച് പോറിക്കളഞ്ഞാലോ, ഭ്രാന്തനല്ലേ? സാമനെ ഹമാരാ പിട്ടു ഖോല. ഉസ്നെ ഹമാരാ പിട്ടു ഖോല. അവൻ പെട്ടെന്ന് ഞങ്ങളുടെ ബോക്സ് തുറന്നു, ഓപ്പൺ ചെയ്തു. ഏക് ഏക് ചീസ് നിക്കാൽ കർ ഫേങ്കിനെ ലഗ. ഓരോ സാധനങ്ങൾ എടുത്ത് കളയാൻ തുടങ്ങി. मैं दम साथे उसकी हर गतिविधि को देखता रहा. പ്രവർത്തികൾ, ഗതിവിധി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. ഞാൻ ദം സാധേ, ശ്വാസമടക്കി, ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹാ. അവന്റെ ഓരോ പ്രവൃത്തിയും ഞാൻ ശ്വാസം പിടിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്താ കാര്യം? അതിൽ പിച്ചാത്തിയുണ്ട്. ഡെറ്റോൾ കി ശീശി ഫർഷ് പർ ദേ മാരി. ഒരു ഡെറ്റോൾ ബോട്ടിൽ ഉണ്ടായിരുന്നു, അതെടുത്ത് തറയിലേക്ക് എറിഞ്ഞു. ഏക് ഏക് ചീസ് നിക്കാൽ കർ ഫേങ്ക് ദി. ഓരോന്നെടുത്ത് തറയിലേക്ക് എറിഞ്ഞു. യഹാം തക്ക് കി ചാക്കു ബി ഫേങ്ക് ദിയ. അതായത് ആ കത്തി പോലും എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ആ കത്തി പോലും എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ചാക്കു ബി ഫേങ്ക് ദിയ. ആ കത്തി പോലും എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അന്തമേൻ 2-3 കിതാബി നിക്കാലി. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് 2-3 ടെക്സ്റ്റ് ബുക്കുകൾ ഇരിക്കുന്നത് കണ്ടു. അതും എടുത്ത് ഉസ്നെ ഖോൽക്കർ ദേഖി. ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി. ഫിർ ജോം കി ത്യോം വാപ്പസ് രഖ് ദി. അത് പിന്നീട് ജോം കി ത്യോം വാപ്പസ് രഖ് ദി. എവിടെയാണോ ഇരുന്നത് അതിന്റെ അതേ പ്ലേസിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. ഹമാരി ഓർ മുടുക്കർ, ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോട്ടു സെബോല, ചോട്ടുവിനോട് ചോദിച്ചു. ചോട്ടു ആരാ? അമൃതലാൽ ബേഗന്റെ കൂടെ പോന്ന ആ ഒരു സഹായി. ചോട്ടുവിനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താ? ഇംഗ്ലീഷിലാ ചോദിച്ചത്. ചോട്ടുവിനെ സഹം തേ ഹുയെ കഹ. ചോട്ടു ഭയത്തോടുകൂടി പറഞ്ഞു, സഹം തേ ഹുയെ കഹ. പേടിച്ചു പറഞ്ഞു,
മുജെ അംഗ്രേസി നഹി ആത്തി, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു. മുझसे പൂച്ച, ഉടനെ തിരിഞ്ഞ് എന്നോട് ചോദിച്ചു, തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താ ചെയ്യുന്നത്, അഥവാ നിങ്ങളുടെ ജോലി എന്താ? मैंने कहा मैं शिक्षक था, बच्चों को पढ़ाता था, अब റിട്ടയർ हो गया हूं. ഞാൻ ഉടനെ പറഞ്ഞു, എങ്ങനെയാ, ഞാൻ അധ്യാപകനായിരുന്നു. ബച്ചോ കോ പഠാത്ത ഥ, കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. अब रिटायर हो गया हूं, ഇപ്പോൾ ഞാൻ റിട്ടയർ ആയി. मेरी आवाज स्थिर थी लेकिन अंदर ही अंदर मैं डरा हुआ था. ഞാൻ നല്ല ദൃഢതരത്തിലാണ് പറഞ്ഞതെങ്കിലും എൻ്റെ അന്തർ ഹി അന്തർ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ള് ഒന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡരാ ഹുവാ ഥാ. ഓ ചുപ് രഹ, അയാൾ മൗനം പാലിച്ചു. മാനവും കഹീ ഖോ ഗയാ ഹോ, ഇത് കേട്ടപ്പോൾ അയാൾ മൗനിയായി, അയാൾ മൗനം പാലിച്ചു. എന്തുപോലെ, എന്തോ അയാളുടേത് നഷ്ടപ്പെട്ടതുപോലെ അയാൾ മൗനം പാലിച്ചു. മനോം കുച്ച് യാദ് കർ രഹാ ഹോ, അയാൾ എന്തോ ആലോചിക്കുന്ന പോലെ തോന്നി. മനോം ഉസ്കെ ഭീതർ കുച്ച് ആലോഡിത് ഹോ രഹാ ഹോ, അയാളുടെ ഉള്ളിൽ എന്തോ ഇളകി മറിയുന്നത് പോലെ തോന്നി. കുച്ച് ക്ഷണത്തക്ക് മുച്ചേ ഏക്കിട്ടക്ക് ദേഖ്തേ രഹിനെ കെ ബാദ് ബോല, കുറച്ചു നേരം എന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ഇരുന്നിട്ട് പറഞ്ഞു. ഏക്കിട്ടക്ക് ദേഖ്തേ രഹിനെ കെ ബാദ് ബോല, സൂക്ഷിച്ചിങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം പറഞ്ഞു, അച്ഛാ സോ ജാവോ, ശരി ഉറങ്ങിക്കൊള്ളൂ. മൈം സിർ സെ ലേക്കർ പാം തക്ക് ഓട്ടുക്കർ സോ ഗയ, ഒരു ഭ്രാന്തനല്ലേ പറഞ്ഞ്, അതനുസരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചു കുത്തിയാലോ, അതുകൊണ്ട് ആ വിരിപ്പെടുത്ത് മൊത്തത്തിലൊന്ന് വിരിച്ച് ഞാൻ ഉറങ്ങി. സോച്ച ഷായദ് അബ് വഹി ചലാജായി, അങ്ങനെ ഉറങ്ങാൻ കിടന്ന് ഇത്രയും പറഞ്ഞപ്പോൾ അയാൾ പോയി കാണുമെന്ന് വിചാരിച്ചു. തബി ഏക്ക് വിചിത്ര ഘടനാക്കടി, അയാൾ പോയില്ല. അപ്പോൾ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. എന്താണെന്നോ, അചാനക് ഉസ്നെ മേരെ പയർ ദബാനെ ശുരു കർ ദിയെ, പെട്ടെന്ന് അയാൾ എന്റെ കാല് തിരുമാൻ തുടങ്ങി. ദബാനെ ശുരു കർ ദിയ എന്ന് പറഞ്ഞാൽ കാല് തിരുമാൻ തുടങ്ങി. ഉസ്കെ മസ്ബൂത്ത് ഹാത്തോം കാ സ്പർശ അനുഭവ കർത്തേ ഹി മൈ കാംബ് സാ ഗയാ, അയാളുടെ ദൃഢമായ കൈകളുടെ സ്പർശനം കാരണം എനിക്ക് ഒരു വിറയൽ അനുഭവപ്പെട്ടു. അയാളുടെ കൈകളെല്ലാം ബലിഷ്ഠമായിരുന്നു. ഏക്കേക്ക് കർക്കെ ദോനോ പൈർ ഖൂബ് അച്ചി തരഹ് സെ ദബായി, ഓരോ കാലായി അയാൾ എന്റെ ഓരോ കാലുകളും നന്നായി നന്നായി തിരുമി തിരുമി കൊണ്ടേയിരുന്നു. ഉസ്മേ ബഡി താക്കത്തി, അവന് നല്ല ശക്തിയായിരുന്നു, അല്ല താക്കത്ത്, പവർ, ഭയങ്കര പവറായിരുന്നു അയാൾക്ക്. ഫിർ ഹാത്ത് ദബായി, അതിനുശേഷം പിന്നെ എന്റെ കൈ തടകാൻ തുടങ്ങി. ഹാത്തോങ്കി ഏക്കേക്ക് ഉങ്കലി ദബായി, കയ്യിലെ ഓരോ വിരലും ഇങ്ങനെ വലിച്ചു തിരുമാൻ തുടങ്ങി. ഹർക്കടി ചിന്താബനി രീഹിക്ക്, ഓരോ നിമിഷവും ഞാനിങ്ങനെ ചിന്തിച്ചു. കഹിങ്കൊയ്യൂങ്കലി ചക്കാർ നദി, എപ്പോഴെങ്കിലും ഇങ്ങനെ വലിച്ചു തിരുമുന്ന സമയത്ത് കൈ പിടിച്ച് പെട്ടെന്നിങ്ങനെ ഒടിക്കുമായിരിക്കും, ഞാൻ ചിന്തിച്ചു. ഇസ്കെ ബാദ് ഉസ്നെ മേരി മുട്ടി ഖോലി, അതിനുശേഷം എൻ്റെ കൈ പിടിച്ച് കൈ ഇങ്ങനെ വിതർത്തിപ്പിച്ചു. ഉസ്മേ കുച്ച് രേഖ, എന്നിട്ട് ആ കയ്യിൽ എന്തോ വെച്ചിട്ട് മുട്ടി ബന്ധുക്കി അവർ ചലാകെ, കൈ ഇങ്ങനെ പിടിച്ച് ചുരുട്ടി പിടിപ്പിച്ചിട്ട് അയാൾ പോയി. ഉസ്കെ ജാത്തെ ഹി ചോട്ടൂനെ ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ, അവൻ പോയതിനു ശേഷം, അയാൾ പോയതിനു ശേഷം, ഭ്രാന്തൻ പോയതിനു ശേഷം ചോട്ടു ആ റൂമിന്റെ ഡോറ് അകത്ത് നിന്ന് പൂട്ടി. ഉസ്മേ താല ലഗാ ദിയ, അതിൽ ലോക്കിട്ടു. ഹംനെ രാഹത്ത് കി സാംസിലി, ഞങ്ങൾ രാഹത്ത് കി സാംസിലി, ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ടു. രാഹത്ത് എന്ന് പറഞ്ഞാൽ ആശ്വാസം, ആശ്വാസത്തിന്റെ ഒരു ദീർഘനിശ്വാസം വിട്ടു.
ലേഖൻ നീന്തനുഹിയായി. പക്ഷേ ലേഖൻ പറയാണ്, ലേഖൻ ഉറക്കം വന്നില്ല. മെയിൻ ജാഗ്ത പടാര, ഞാൻ ഉണർന്നു തന്നെ ഇരുന്നു. അവർ സോച്ച്താ രഹാ കി ഉസ്മേ ഏകാएक ബദലാവ് ക്യോം കറായ. എന്നിട്ട് ചിന്തിച്ചു, ഈ പെട്ടെന്ന് എന്താണ് പുള്ളിക്ക് അങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണം? ബദലാവ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്. എന്തുകൊണ്ടാ പെട്ടെന്ന് അയാൾക്കൊരു ചേഞ്ച് ഉണ്ടായത്? വിനമ്ര കൈസെ ബൻ ഗയ. ധിക്കാര ഭാവത്തിൽ നിന്ന് പെട്ടെന്ന് വിനയശീലനായത് എങ്ങനെ? വിനമ്ര എന്ന് പറഞ്ഞാൽ വിനയശീലൻ, ഉദ്ദണ്ഡ് എന്ന് പറഞ്ഞാൽ ധിക്കാരം. ആ ധിക്കാരത്തിൽ നിന്ന്, ആ ഭ്രാന്തീയമായ സ്വഭാവത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പാവമായി. ഞാൻ ചിന്തിച്ചു. റെയിൻ ബസേര എന്ന് പറയുന്ന ഈ ലെസന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കണ്ട. ഇതിന്റെ മൂന്നാമത്തെ പാർട്ട് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.